കക്കയിറച്ചി അച്ചാർ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കക്കയിറച്ചി നന്നായി കഴുകി വെള്ളം നന്നായി ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞെടുക്കുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പാത്രം മാറ്റി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോഴേക്കും നമുക്കിത് വശങ്ങളിലേക്ക് മാറ്റി വെച്ചാൽ വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ നോക്ക്, നന്നായി വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ച് നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ആദ്യം കുറച്ച് ഇതിലേക്കിട്ട് ഇത് ചെറുതായി ഒന്ന് ചൂടായതിനു ശേഷം ബാലൻസ് ഇത് മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാലൻസ് ഉണ്ടായിരുന്ന എണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മസാല ഉണ്ടാക്കാം. അതിനായി ആദ്യം വെളുത്തുള്ളി ഇതിലേക്ക് ഇടുക. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞു വെച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. മുളക് പൊടി, മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിക്കാം.